students. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about the standard format of a linear programming problem. A linear programming problem in standard format last class discuss four points discuss. The first one is objective function. The second point is linear constraints. The third one is feasible solution, and the fourth point is optimal solution. So, a linear programming problem LPP അതിന് 4 components ആണുള്ളത്. അതാണ് ഈ നമ്മൾ പറഞ്ഞ 4 formats, 4 points: objective function, linear constraints, feasible solution and optimal solution. ഈ linear programming problemത്തിന്റെ ഈ section നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. The first one is mathematical formulation of the linear programming problem. നമുക്ക് തന്നിരിക്കുന്ന LPP ഒരു word problemത്തിന്റെ ഫോർമാറ്റിലായിരിക്കും. ആ word problemത്തിന്റെ ഫോർമാറ്റിലുള്ള ആ LPP നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ mathematical ഫോർമാറ്റിലേക്ക് മാറ്റണം. അഥവാ mathematical formulation നടത്തണം. അതിനുശേഷം the second part or the second section, that is solution of the linear programming problem. ഈ mathematical ഫോർമാറ്റിലേക്ക് മാറ്റിയ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നു? മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അനുസരിച്ച് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ LPP എന്ന് പറയുന്ന ആ ഹോൾ ടോപ്പിക്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സൊല്യൂഷൻ ഓഫ് ദ LPP. ഈ രണ്ട് സെക്ഷനിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ LPPയുടെ ആ ഹോൾ LPP എന്ന് പറയുന്ന ഹോൾ സെക്ഷൻ്റെ ജനറൽ ഫോർമാറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഫസ്റ്റ് 2 പോയിന്റ്സ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ലീനിയർ കൺസ്ട്രെയിൻസും എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു? മാത്തമാറ്റിക്കൽ ഫോർമുലേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഒരു LPPയുടെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ടും ആ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനകത്ത് വരുന്ന 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? ആ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും വരണം, അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ ലീനിയർ കൺസ്ട്രെയിൻസിന് എന്ത് ചെയ്യണം? ആ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നും ആ വേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അറ്റ് ദ സെയിം ടൈം ലീനിയർ കൺസ്ട്രെയിൻസ്, അവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നും അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ബാക്കിയുള്ള 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലെ ബാക്കി 2 പോയിന്റ്സ് ഫീസിബിൾ സൊല്യൂഷൻ ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഈ ഫീസിബിൾ സൊല്യൂഷനും ഒപ്റ്റിമൽ സൊല്യൂഷനും കണ്ടുപിടിക്കുന്ന ആ മെത്തേഡാണെന്ന് പറയുന്നത് സെക്കൻഡ് ടോപ്പിക്, ദാറ്റ് ഇസ് സൊല്യൂഷൻ ഓഫ് LPP. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സെഷൻ, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ആൻ LPP. അപ്പോൾ ഒരു LPP നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു വേർഡ് പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റ് LPP നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് എന്തിലേക്ക് മാറ്റാമെന്ന് മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റാം, അഥവാ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LPP എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമ്പിൾ ഉപയോഗിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് കൺസിഡർ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ദ ജനറൽ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. LPPയുടെ ജനറൽ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്നൊരു എക്സാമ്പിൾ ആയിരുന്നു ഇത്. എന്താ എക്സാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു ഫേം 2 ടൈപ്പ് പ്രോഡക്ട്സ് മാനുഫാക്ചർ. നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അവിടെ തന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങളൊരു കമ്പനിയുടെ ഒരു ഫേം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ആ ഫേമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം, ഒരു സർക്കംസ്റ്റാൻസ് ആണ് അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. What we have to do is we have to analyze this circumstance and we have to convert this word problem into the mathematical format. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫേം ഉണ്ട്. ആ ഫേം 2 ടൈപ്പ് പ്രോഡക്ട്സിനെ മാനുഫാക്ചർ ചെയ്യുന്നു, A ആൻഡ് B. ഈ ഓരോ പ്രോഡക്റ്റും സെല്ല് ചെയ്യുന്നതിൻ്റെ ആ പ്രോഫിറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് സെല്ലിംഗ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹2 ആൻഡ് ദ സെക്കൻഡ് പ്രോഡക്റ്റ് ഈസ് സെല്ലിംഗ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹3. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ 2 പ്രോഡക്റ്റും പ്രോസസ്സ് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് മെഷീൻസ് ഉപയോഗിച്ചാണ്. അതായത് ഈ A എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ റോ മെറ്റീരിയൽസിൽ നിന്നും ഫിനിഷ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന 2 മെഷീൻസിനോടുള്ള പ്രോസസ്സിങ് ആവശ്യമുണ്ട്. വിച്ച് ആർ ദോസ് മെഷീൻസ് G ആൻഡ് H. G എന്ന് പറയുന്ന മെഷീനും H എന്ന് പറയുന്ന മെഷീനിലൂടെയും പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ A എന്ന് പറയുന്ന ഫിനിഷ് പ്രൊഡക്റ്റ് കിട്ടും. അറ്റ് ദ സെയിം ടൈം അഗെയിൻ B എന്ന് പറയുന്ന ഫിനിഷ് പ്രൊഡക്റ്റ് കിട്ടാനും ഈ സെയിം 2 മെഷീൻസ് എന്ത് ചെയ്യണം? നമുക്ക് യൂസ് ചെയ്യണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ആ ഓരോ മെഷീൻ്റെയും അവിടുത്തെ റിക്വയർഡ് ആയിട്ടുള്ള ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. ടൈം ടൈപ്പ് എ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഇറ്റ് റിക്വയേഴ്സ് 1 minute ഓഫ് പ്രോസസ്സിംഗ് ടൈം ഓൺ ജി ആൻഡ് 2 minutes ഓൺ എച്ച്. എ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എ എന്നുള്ള പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്ന ഹോൾ പ്രൊഡക്ട്സ് അല്ല. ഇഷ്ടംപോലെ എണ്ണം പ്രൊഡക്റ്റുകളുണ്ട്, നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഇഷ്ടംപോലെ ഉണ്ടാകും. ബട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ കാണുന്നത് സ്പെസിഫൈ ചെയ്യുന്നത്. ടൈപ്പ് എയുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എയുടെ ഒരു ഐറ്റം നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് 1 minute ഓഫ് പ്രോസസ്സിംഗ് ഇൻ ജി ആൻഡ് 2 minutes ഓഫ് പ്രോസസ്സിംഗ് ഇൻ എച്ച്. വാട്ട് അബൌട്ട് ദ ടൈപ്പ് ബി? For the product B, it requires 1 minute on G and 1 minute on H. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ മെഷീൻസിൽ പ്രോസസ്സിങ് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ടൈപ്പ് എയും ടൈപ്പ് ബിയുടെയും ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ആ ജി എന്നും എച്ച് എന്നും പറയുന്ന ആ രണ്ട് മെഷീൻസിനെ സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? ജി എന്ന് പറയുന്ന മെഷീനിൻ്റെ മാക്സിമം അവൈലബിലിറ്റി, അതായത് മാക്സിമം അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രോസസ്സിംഗ് നടത്താൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 6 hours and 40 minutes. ഏതൊരു മെഷീനും എന്തുണ്ടാവും? ഒരു മാക്സിമം ടൈം ഉണ്ടാവും, അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി ഉണ്ടാവും. ആ മാക്സിമം കപ്പാസിറ്റിയെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെഷീൻ ജിയെ സംബന്ധിച്ച് മാക്സിമം കപ്പാസിറ്റീസ് ഫോർ 6 hours and 40 minutes, and in the case of machine H it is available for 10 hours during any working day. ഏതൊരു വർക്കിംഗ് ഡേയിൽ ഇത്ര സമയം വെച്ച് എന്ത് ചെയ്യും? ഈ രണ്ട് മെഷീൻസും പ്രോസസ്സ് ചെയ്യും. അങ്ങനെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി മാക്സിമം. അങ്ങനെയെങ്കിൽ എ എന്നും ബി എന്നും പറയുന്ന ഈ പ്രോഡക്ട്സ് എത്ര എണ്ണം വെച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് മാക്സിമം. ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമം ആകുന്ന രീതിയിൽ ഈ കണ്ടീഷൻസിനെ എല്ലാം ഒബേ ചെയ്യുകയും ചെയ്യുന്ന പോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എണ്ണം എയുടെയും ബിയുടെയും ഐറ്റംസിൻ്റെ എണ്ണമാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള ഒരു സർക്കംസ്റ്റാൻസിനെ നമ്മളുടെ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ വേർഷനിലേക്ക് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ആ മാത്തമാറ്റിക്കൽ വേർഷനിലേക്ക് മാറ്റാനായിട്ടുള്ള രണ്ട് മെയിൻ കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് മെയിൻ കമ്പോണൻസിനെയാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചത്. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും അതുപോലെ തന്നെ ലീനിയർ കൺസ്ട്രെയിൻസിനെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് എൻ LPP എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഫോർമാറ്റ് മാത്സിൻ്റെ ഫോർമാറ്റിലായ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീസിബിൾ സൊല്യൂഷനും കിട്ടും, അതുപോലെ തന്നെ ഒപ്റ്റിമൽ സൊല്യൂഷനും കിട്ടും. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് ഓഫ് ദിസ് വേർഡ് പ്രോബ്ലം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിനെ കൺസിഡർ ചെയ്യണമെന്നതിൻ്റെ അർത്ഥം എന്താ? അവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും ലീനിയർ കൺസ്ട്രെയിൻസിനെയും ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എടുത്തെഴുതണം. അതോടെ നമുക്ക് എന്ത് കിട്ടും? ആ ക്വസ്റ്റ്യൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡിൽ വെച്ചേക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ വേരിയബിൾ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിലും ലീനിയർ കൺസ്ട്രെയിൻസ് ആണെങ്കിലും നമുക്ക് എന്ത് വേണം? വേരിയബിൾസ് വേണം അല്ലേ? ആ വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് ആണ് നമ്മളിവിടുത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ഡേറ്റ. തന്നിട്ടുള്ള പ്രോബ്ലം ഡേറ്റ എന്തിനെ പറ്റിയാണോ തന്നിരിക്കുന്നത്, എന്തൊക്കെയാണോ തന്നിരിക്കുന്നത്, അതിനെപ്പറ്റി എന്ത് ചെയ്യണം? ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ദ തേർഡ് വൺ ഈസ് ഫോർമുലേറ്റ് ദ ലീനിയർ കൺസ്ട്രെയിൻസ്. അതിൽ നിന്ന് ഈ പ്രോബ്ലം ഡേറ്റ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്നും ലീനിയർ കൺസ്ട്രെയിൻസിനെ ഫോം ചെയ്യുക. അത് ദ ലാസ്റ്റ് ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ നമുക്ക് തന്നിട്ടുള്ളൊരു വേർഡ് പ്രോബ്ലം അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുമ്പോൾ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ. അവിടുത്തെ ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ വേരിയബിൾ. നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം? നമ്മൾ എന്തിനെ പറ്റിയാണ്? വേരിയബിൾ മീൻസ് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി. നമുക്ക് ഏത് അൺനോൺ ക്വാണ്ടിറ്റിയെ പറ്റിയാണോ വേണ്ട ഡിസിഷനാണോ നമുക്ക് എടുക്കേണ്ടത്, ആ വേരിയബിൾസ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസിഷൻ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിട്ടുള്ള
തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ഡിസിഷൻ വേരിയബിൾസിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഡേറ്റ. ആ തന്നിട്ടുള്ള ആ വേർഡ് പ്രോബ്ലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്, എന്തൊക്കെ ഡേറ്റയാണ്, നമുക്ക് ഗിവൺ ഐറ്റംസ് എന്തൊക്കെയാണ്, നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ പറ്റി കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ദ തേർഡ് വൺ ഈസ് ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിൻസ്. ആ തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും എന്ത് ഫോം ചെയ്യുക, നമുക്ക് വേണ്ടുന്ന ലീനിയർ കൺസ്ട്രെയിൻസിനെ ഫോം, നമുക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് അവിടെ ആ ഡിസിഷൻ വേരിയബിൾസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ ആ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. ആൻഡ് ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മുടെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റീവ് എന്താണോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലീനിയർ കൺസ്ട്രെയിൻസിൻ്റെ ഫോർമാറ്റും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റും നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് ആ ഫോർമാറ്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനകത്ത് ആ ഫോർമാറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് മനസ്സിലാവും. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറഞ്ഞത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ്. ഡിസിഷൻ വേരിയബിൾസ് മീൻസ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏത് അൺനോൺ ക്വാണ്ടിറ്റി ആണോ നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ആ അൺനോൺ ക്വാണ്ടിറ്റിയെ പറ്റി, ആ അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ അൺനോൺ ക്വാണ്ടിറ്റിയെ പറ്റി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് അല്ലേ. ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മളുടെ ഡിസിഷൻ എന്തിനെ പറ്റി എടുക്കേണ്ടത്, ആ അൺനോൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ വേരിയബിളിനെ പറ്റിയുള്ള ഡിസിഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ വേരിയബിളിനെ നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് എന്ന് വിളിക്കും. സോ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ്. അതിന് വേണ്ടി നമ്മൾ വേറെ ഒരിടത്തും പോകേണ്ട, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പാർട്ട് മാത്രം നോക്കിയാൽ മതി. എന്താ ക്വസ്റ്റ്യൻ പാർട്ട് പറഞ്ഞേക്കും, തന്നിട്ടുള്ള ഡേറ്റ അനുസരിച്ച് ക്വസ്റ്റ്യൻ പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷുഡ് ബി മാക്സിമം. കണ്ടീഷൻ ഉണ്ടോ നിൽക്കട്ടെ, ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമം ആണോ, എല്ലാ കണ്ടീഷൻ ഉണ്ടോ നിൽക്കട്ടെ. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ്. ആ രണ്ട് പ്രൊഡക്റ്റുകളായ എയുടെയും ബിയുടെയും പ്രൊഡ്യൂസ് ചെയ്ത എണ്ണം, ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ്. എത്ര പ്രോഡക്റ്റുകളാണ് എയുടെയും ബിയുടെയും എത്ര പ്രോഡക്റ്റുകൾ വീതമാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നമുക്ക് എന്തെടുക്കേണ്ടത്, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മളുടെ മുമ്പിലുള്ള ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണ്, നമ്പർ ഓഫ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ്ഡ് ആൻഡ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ്, അപ്പോൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആണ്. നമ്പർ ഓഫ് പ്രോഡക്ട്സ് എന്താണ്, നമ്മൾ എന്തിനെപ്പറ്റി ഡിസിഷൻ എടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. നമ്പർ ഓഫ് പ്രോഡക്ട്സ് എ പ്രൊഡ്യൂസ്, അതാണ് നമുക്ക് വേണ്ടുന്ന ഒരു വേരിയബിൾ. അതിന് ഞാൻ എന്ത് കൊടുത്ത് ഒരു പേര് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മാത്സിൽ നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റീസിനെ സാധാരണ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് നമ്മൾ എന്ത് ഉപയോഗിക്കും, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ വേരിയബിൾസിന് പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ലെറ്റ് ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ്ഡ് ബി സ്മോൾ ലെറ്റർ എക്സ് ആൻഡ് ദ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ബി സ്മോൾ ലെറ്റർ വൈ. സോ ആ രണ്ട് വേരിയബിൾസ് നമ്മൾ ഓരോ പേര് കൊടുത്തു. എക്സ് ബി ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ടൈപ്പ് എ ആൻഡ് വൈ ബി ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ടൈപ്പ് ബി. ഇനി ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു, എടുത്തെഴുതി. And the next step is understanding of the problem data. നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ഡേറ്റയെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അഥവാ അനലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് ആ ഹോൾ ഡേറ്റയെ നമ്മളുടെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ഒന്ന് മാറ്റിയിടുക. നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സാണ്. ആ തന്നിട്ടുള്ള ഡേറ്റയെ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ടേബിൾ ഫോർമാറ്റ് തന്നിട്ടുള്ള ഹോൾ ഡേറ്റ, വേർഡ് ഫോർമാറ്റ് തന്നിട്ടുള്ള ഹോൾ ഡേറ്റയെ ഒരു ചെറിയ ടേബിളായിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ഡേറ്റ. അപ്പോൾ അതിന് വേണ്ടി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ആ കമ്പനി രണ്ട് പ്രോഡക്ട്സിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, എ ആൻഡ് ബി. സോ ഈ നമ്മൾ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ പ്രോബ്ലം നമ്മൾ ആൻസർ എഴുതുന്നതിൻ്റെ സൈഡിലേക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെർഫോർ അവിടെ എത്ര ഉണ്ട്, രണ്ട് പ്രോഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, എ ആൻഡ് ബി. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് സെൽസ് ദം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹2 and ₹3
അല്ലേ? അപ്പോൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് പ്രൊഡക്റ്റുകളെ പറ്റിയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? അവയുടെ പ്രോഫിറ്റ്, ഓരോ പ്രൊഡക്റ്റും സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെ പറ്റിയാണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നു. പ്രോഫിറ്റിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏത് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 2 rupees ആൻഡ് ഫോർ ബി ഇറ്റ് ഈസ് 3 rupees അല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് എന്താ പറഞ്ഞേക്കുന്നത്? ഈച്ച് പ്രോഡക്റ്റ് ഈസ് പ്രോസസ്ഡ് ഓൺ 2 machines G and H. ഇനി പറഞ്ഞേക്കുന്നത് 2 മെഷീനുകളെ പറ്റിയാണ്. ഓരോ പ്രോഡക്റ്റും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 മെഷീൻസ് G and H. So the next statement, type A requires 1 minute of processing time on G. G എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഇറ്റ് റിക്വയർസ് 1 minute ഓഫ് പ്രോസസ്സിംഗ് ടൈം ആൻഡ് ഇറ്റ് റിക്വയർസ് 1 minute ഓൺ ദ മെഷീൻ എച്ച്. എച്ച് എന്ന് പറയുന്ന മെഷീൻ്റെ എത്ര വേണം? ആൻഡ് 2 minutes ഓൺ എച്ച്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന മെഷീനിൽ എത്ര പ്രോസസ്സിംഗ് ടൈം ഉണ്ട്? ഇറ്റ് റിക്വയർസ് 2 minutes ഓൺ എച്ച്. വാട്ട് അബൌട്ട് B? B requires 1 minute on G and 1 minute on H. B എന്ന് പറയുന്ന മെഷീൻ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് G എന്ന് പറയുന്ന മെഷീനിൽ അതിന് 1 minute പ്രോസസ്സിംഗ് ടൈം ആവശ്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫോർ H ഇറ്റ് ഈസ് 1 minute. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ മെഷീൻ G ഈസ് അവൈലബിൾ ഫോർ നോട്ട് മോർ ദാൻ 6 hours 40 minutes. ഇനി പറഞ്ഞേക്കുന്നത് എന്തിനെ പറ്റിയാ? G എന്ന് പറയുന്ന മെഷീൻ്റെയും H എന്ന് പറയുന്ന മെഷീൻ്റെയും മാക്സിമം കപ്പാസിറ്റിയെ പറ്റിയാണ് അല്ലേ? അപ്പോൾ G എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് എൻ്റെ മാക്സിമം കപ്പാസിറ്റി 6 hours 40 minutes. അപ്പോൾ നമ്മൾ G എന്ന് പറയുന്ന മെഷീൻ്റെ നേരെ എഴുതുന്നു. മാക്സിമം കപ്പാസിറ്റി ആണ് ഫോർ 6 hours 40 minutes. Similarly for the machine H it is 10 hours. സോ ഈ തന്നിരിക്കുന്ന ഒരു ടേബിളിൽ നിന്ന് ഇപ്പം നമുക്ക് ഡേറ്റ ഫുള്ള് വ്യക്തമാണ്. എന്താ? 2 പ്രോഡക്ട്സ് എയും ബിയും ഉണ്ട്. ഓരോ പ്രൊഡക്റ്റിലും കിട്ടുന്ന പ്രോഫിറ്റ് ഇറ്റ് ഈസ് 2 rupees and 3 rupees. There exists 2 machines G and H, and A requires 1 minute of processing time in G and 2 minutes in H. At the same time B requires 1 minute of processing time in G and 1 minute in H. And the total available time of G is 6 hours 40 minutes and the total available time of H is 10 hours. So ആ തന്നിട്ടുള്ള ഹോൾ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോബ്ലം ഡേറ്റ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു ടേബിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും തെറ്റല്ല. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്തു? അത് സൈഡിലോട്ടൊന്ന് എഴുതി വെച്ചു. സോ നമ്മളുടെ ഫസ്റ്റ് 2 സ്റ്റെപ്സ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LPP 2 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്തൊക്കെയാ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ വേരിയബിളും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. വാട്ട് അബൌട്ട് ദ തേർഡ് സ്റ്റെപ്പ്? ദ ഫോർമുലേഷൻ ഓഫ് or formulate the linear constraints. Linear constraints നമുക്ക് എന്ത് ചെയ്യണം? ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആ സെക്കൻഡ് സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഡേറ്റ അതുവഴി നമ്മൾ ചെയ്യുന്നത് എന്താ? ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്ത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് എവിടേക്ക് സമ്മറൈസ് ചെയ്തു? ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് ആ പ്രോബ്ലത്തിന് നമ്മൾ സമ്മറൈസ് ചെയ്തു. സോ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട? പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഉപയോഗിച്ചെല്ലാം നമുക്ക് ബാക്കിയെല്ലാം എഴുതാം. നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിൾ സമ്മറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫോർമുലേറ്റ് ദ ലീനിയർ കൺസ്ട്രെയിൻസ്. അവിടെ തന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ പറ്റിയുള്ള ലീനിയർ കൺസ്ട്രെയിൻസിനെ ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന 2 റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? ശരിക്കും ഇവിടെ തന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് 2 റെസ്ട്രിക്ഷൻസ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? G എന്ന് പറയുന്ന മെഷീൻ്റെ ടോട്ടൽ അവൈലബിൾ ടൈം, H എന്ന് പറയുന്ന മെഷീൻ്റെ ടോട്ടൽ കപ്പാസിറ്റി, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ആ 2 റെസ്ട്രിക്ഷൻസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലീനിയർ കൺസ്ട്രെയിൻസിനെ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, അവിടെ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് എന്തിനാണ്? ആക്ച്വലി ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം എന്താണ്? നമ്മൾ ശരിക്കും എടുത്ത ഒബ്ജക്റ്റീവാണ് അല്ലേ? പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ്. അഥവാ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ലോസ് എന്ന് പറയുന്ന ലോസിനെ നമ്മൾ മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ പ്രോഫിറ്റും ലോസ് അല്ലെങ്കിൽ കോസ്റ്റ്, പ്രോഫിറ്റ് കോസ്റ്റ് തുടങ്ങിയ ടേംസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ പാർട്ടായിട്ട്. സോ ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് റോ നമുക്ക് എവിടെ ഉപയോഗിക്കാനുള്ളതാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളത്. സോ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ നമുക്കില്ല. നമ്മുടെ മുമ്പിലുള്ള 2 റെസ്ട്രിക്ഷൻസ് ആയ G എന്ന് പറയുന്ന മെഷീൻ്റെ മാക്സിമം കപ്പാസിറ്റിയും H എന്ന് പറയുന്ന മെഷീൻ്റെ മാക്സിമം കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ലീനിയർ കൺസ്ട്രെയിൻസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, നമ്മൾ ഫസ്റ്റ് മെഷീൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്നു.
ഫോർ മെഷീൻ ജി എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ജി എന്ന് പറയുന്ന മെഷീനിൽ എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഐറ്റം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് വേണം അല്ലേ? അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഒരു സിംഗിൾ ഐറ്റം നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് വേണം. ആൻഡ് ജി എന്ന് പറയുന്ന മെഷീന്റെ മാക്സിമം കപ്പാസിറ്റി എത്ര മിനിറ്റുമാണ്? 6 hours and 40 minutes ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്ന മെഷീന്റെ പ്രോസസ്സിംഗ് ടൈം ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രോസസ്സിംഗ് ടൈം ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ജി എങ്ങനെ തന്നിരിക്കുന്നത്? ഇൻ ടേംസ് ഓഫ് അവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതാണോ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? എല്ലായിടത്തും യൂണിറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തന്നിട്ടുള്ള നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി എല്ലായ്പ്പോഴും യൂണിറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം മിനിറ്റിലാണ് പറയുന്നതെങ്കിൽ എല്ലായിടത്തും നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം? മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ അത് നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നോക്കുക, ജി എന്ന് പറയുന്ന മെഷീൻ, ആ മെഷീനിൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റം പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടത്? 1 മിനിറ്റ് ആണ് വേണ്ടത്. സോ ഫോർ 1 പ്രോഡക്റ്റ് ഓഫ് എ, ജി റിക്വയർസ് 1 മിനിറ്റ് ഫോർ പ്രോസസ്സിങ്. അങ്ങനെയെങ്കിൽ എയുടെ എത്ര പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ നമ്മൾ, എയുടെ എത്ര പ്രൊഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? എക്സ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ടൈപ്പ് എ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ഡിസിഷൻ പീരീഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഐറ്റം പ്രോസസ്സ് ചെയ്യാനായിട്ട് ജി എന്ന് പറയുന്ന മെഷീന് വേണ്ടുന്ന സമയം എത്രയാണ്? 1 മിനിറ്റ് ആണ്. അങ്ങനെ എത്ര പ്രൊഡക്ട്സ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നത്? എക്സ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ടൈപ്പ് എ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഐറ്റത്തിന് വേണ്ട സമയം 1 മിനിറ്റ് ആണെങ്കിൽ എക്സ് നമ്പർ ഓഫ് ഐറ്റത്തിന് വേണ്ട സമയം എത്ര മിനിറ്റ്സ് ആയിരിക്കും? 1 into x, that is x മിനിറ്റ്സ് ആയിരിക്കും. That is the time required for type A. A എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് ജി എന്ന് പറയുന്ന മെഷീനിൽ പ്രോസസ്സ് ചെയ്യാൻ നടക്കുന്ന ടോട്ടൽ ടൈം എത്ര? ഹോൾ പ്രൊഡക്റ്റ് എത്ര നമ്പർ ഉണ്ട്? എക്സ് നമ്പർ ഓഫ് പ്രൊഡക്ട്സും ജി എന്ന് പറയുന്ന മെഷീനിൽ പ്രോസസ്സ് ചെയ്യാൻ നടക്കുന്ന ടൈം എത്ര വരും? ഒരു പ്രൊഡക്റ്റിന് 1 മിനിറ്റ് ആണെങ്കിൽ എക്സ് നമ്പർ ഓഫ് പ്രൊഡക്ട്സിന് എത്ര വരും? 1 into x, that is ടോട്ടൽ എക്സ് മിനിറ്റ്സ് വേണം എന്ത് പ്രോസസ്സ് ചെയ്യാനായിട്ട്? എ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്ട്സിനെ, ഹോൾ നമ്പർ ഓഫ് പ്രൊഡക്ട്സിനെ ജി എന്ന് പറയുന്ന മെഷീനിലൂടെ പ്രോസസ്സ് ചെയ്ത് പുറത്തു വരും. വാട്ട് അബൌട്ട് product B in machine G? ഒരു ബി എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച്, ആ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റത്തിനെ, സിംഗിൾ ഐറ്റത്തിനെ നമുക്ക് ജി എന്ന് പറയുന്ന മെഷീനിൽ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 മിനിറ്റ് ആണ്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഊഹിച്ചെടുത്തിരിക്കുന്നത്? y is equal to നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ടൈപ്പ് ബി. ടൈപ്പ് ബിയുടെ എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും? y നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ജി എന്ന് പറയുന്ന മെഷീനിൽ ഒരു സിംഗിൾ പീസ് എടുക്കുന്ന സമയം 1 മിനിറ്റ് ആണെങ്കിൽ y നമ്പർ ഓഫ് ഐറ്റത്തിന് എത്ര സമയം എടുക്കും? 1 into y, that is y മിനിറ്റ്സ് ആയിരിക്കും അവിടെ നമുക്ക് വേണ്ടുന്ന സമയം. സോ ആ ജി എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് ഈ 2 പ്രോഡക്ട്സിലും അത് അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ അതിന് ആവശ്യം, ജി എന്ന് പറയുന്ന മെഷീന് റിക്വയർഡ് ആയിട്ടുള്ള 2 പ്രൊഡക്ട്സ് എയിലും ബിയിലും ജി എന്ന് പറയുന്ന മെഷീനെ റിക്വയർഡ് ആയിട്ടുള്ള ടൈമിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനി എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെ കൺസ്ട്രെയിൻസ് വന്നില്ലല്ലോ എന്ന്. സോ ഇനിയാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? കൺസ്ട്രെയിൻസിനെ പറ്റി പറയാൻ പോകുന്നത്. അവിടുത്തെ റെസ്ട്രിക്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ജി എന്ന് പറയുന്ന മെഷീൻ ടോട്ടൽ വർക്ക് ചെയ്യുന്ന അവേഴ്സ് എത്രയാണ്? 6 hours and 40 minutes ആണ്. ടോട്ടൽ അതിൻ്റെ അവൈലബിലിറ്റി അഥവാ കപ്പാസിറ്റി 6 hours ആണ് അല്ലേ? 6 hours and 40 minutes ആണ്. അറ്റ് ദ സെയിം ടൈം വാട്ട് ഇസ് ദ ടോട്ടൽ ടൈം റിക്വയർഡ് ബൈ ജി ഫോർ എ ആൻഡ് ബി? എ എന്ന് പറയുന്ന മെഷീൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ ടൈം ജിയുടെ എത്രയാണ്? എക്സ് മിനിറ്റ്സ്. ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ ബി എത്രയാണ്? വൈ മിനിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ ബോത്ത് എ ആൻഡ് ബി? എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനും രണ്ടിനും കൂടെ വേണ്ടുന്ന സമയം എത്ര ആയിരിക്കും? ഇറ്റ് വിൽ ബി എക്സ് പ്ലസ് വൈ മിനിറ്റ്സ് ആയിരിക്കും.
That is the time required for type A and B. A എന്ന് പറയുന്ന മെഷീന് വേണ്ടുന്ന സമയം എത്രയായിരുന്നു? A എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടുന്ന സമയം എത്രയായിരുന്നു? G എന്ന് പറയുന്ന മെഷീന് X മിനിറ്റ്സ്. ആൻഡ് ഫോർ പ്രൊഡക്റ്റ് B it is 5 minutes. Therefore A എന്ന് പറയുന്ന പ്രൊഡക്റ്റിനും B എന്ന് പറയുന്ന പ്രൊഡക്റ്റിനോട് ഒരുമിച്ച് വേണ്ടുന്ന സമയം ഏതിൽ? മെഷീൻ ജിയിൽ എത്രയാണ്? അപ്പോൾ അത് X plus Y minutes ആയിരിക്കും. അപ്പോൾ അത് വേണ്ട സമയം, റിക്വയർഡ് ടൈമാണ് അല്ലേ? ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ ഓർ ദ ടോട്ടൽ അവൈലബിൾ ടൈം. എത്ര സമയം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് എത്ര എന്ന് പറഞ്ഞേക്കുന്നത്? 6 hours and 40 minutes. That is the time available for G എന്ന് പറയുന്ന മെഷീന് ലഭ്യമായിട്ടുള്ള സമയം, അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്? 6 hours and 40 minutes. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? എന്തൊക്കെയാ? എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പ്രൊഡക്ട്സിന് വേണ്ടി ജിയുടെ എത്ര സമയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, റിക്വയർഡ് ആയിട്ടുള്ള ടൈം? ഇറ്റ് ഈസ് X plus Y minutes. And at the same time the total available time of the machine G it is 6 hours and 40 minutes. ഞാൻ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തോട്ടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൻ്റെ പ്രസക്തി, ആ ഒരു പോയിന്റിൻ്റെ പ്രസക്തി എവിടെയാണ് വരുന്നത്, ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ റിക്വയർഡ് ടൈം ഓഫ് എ ആൻഡ് ബി ഇറ്റ് ഈസ് X plus Y minutes. ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ്. ആൻഡ് ദ ടോട്ടൽ അവൈലബിൾ ടൈം ഫോർ ജി ഇറ്റ് ഈസ് 6 hours and 40 minutes. ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് അവേഴ്സ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ യൂണിറ്റ് നമ്മളൊന്ന് ഇക്വലൈസ് ചെയ്യണം. സോ 6 hours and 40 minutes എന്ന് പറയുന്ന ഈ തന്നിട്ടുള്ള ഫോർമാറ്റിനെ പൂർണ്ണമായിട്ടും എന്തിലേക്ക് മാറ്റണം? ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി നോ ദാറ്റ് 1 hour, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 60 minutes ആണ് അല്ലേ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എത്ര മണിക്കൂറുകളാണ്? 6 hours ആണുള്ളത്. അപ്പോൾ 6 hours 6 into 1 അതാണ് എന്ത്? 6. 6 hours is equal to 6 into 60 minutes. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 hourനെ 6 hour ആക്കുമ്പോൾ 60 minutes എന്തായിട്ട് മാറും? 6 into 60 minutes that is equal to 360 minutes ആയിട്ട് മാറും അല്ലേ? അങ്ങനെയെങ്കിൽ എനിക്ക് ടോട്ടൽ അവൈലബിൾ ടൈം ഫോർ ജി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6 hours എത്രയാണ്? 360 minutes ആണ്. അതിൻ്റെ കൂടെ എത്ര മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 40 minutes ഉണ്ട്. ദെർഫോർ പ്ലസ് 40 minutes. Therefore total available time of G എത്ര മിനിറ്റ്സ് ആണ് നമുക്ക് പറയാം? ഇറ്റ് ഈസ് 360 plus 40 that is 400 minutes ആണ്. സോ ഇപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയ രണ്ട് സ്റ്റെപ്പുകൾ. ദ ടൈം റിക്വയർഡ് ഫോർ ടൈപ്പ് എ ആൻഡ് ബി ഇറ്റ് ഈസ് X plus Y minutes ആൻഡ് ദ ടൈം അവൈലബിൾ ഫോർ ജി ഈസ് 400 minutes. അപ്പോൾ രണ്ടും എന്തിൻ്റെ ടേംസിലായി? മിനിറ്റ്സിൻ്റെ ടേംസിലായി. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ജി എന്ന് പറയുന്ന മെഷീൻ റിക്വയർഡ് ആയിട്ടുള്ള ടൈം എത്ര ടൈമാണ്? X plus Y minutes ആണ്. അതിന് നമുക്ക് ആ മെഷീൻ കൊണ്ട് ആവശ്യമുള്ള സമയം അല്ലേ? ആ ജി എന്ന് പറയുന്ന മെഷീനിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഒരു അവൈലബിൾ ടൈം എത്രയാണ്? 400 minutes ആണ്. സോ എപ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമാണ് എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമയം എപ്പോഴും മാക്സിമം ടൈം അവൈലബിളിനേക്കാൾ കുറവായിരിക്കണം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള നമ്മുടെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഇത്ര സമയം ആവശ്യമുണ്ട്, പക്ഷെ ആ സമയത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എത്രയായിട്ട്? 400 minutes വരെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ? അതായത് X plus Y എന്ന് പറയുന്ന X plus Y minutes നമുക്ക് ആവശ്യമുണ്ട്. ആ X plus Y minutes എപ്പോഴും എന്തിനെ ക്രോസ് ചെയ്യരുത്? അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ആയി 400 minutesനെ ക്രോസ് ചെയ്ത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അത് ഇവിടുത്തെ റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ലോജിക്കാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടുവരുന്നത്? അവിടുത്തെ ലീനിയർ കൺസ്ട്രെയിൻറ്റ്, ഫസ്റ്റ് ലീനിയർ കൺസ്ട്രെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദ ടൈം റിക്വയർഡ് ഫോർ the machine G should be less than or equal to time available for the machine G ആയിരിക്കണം. അപ്പോൾ ആ ഒരു ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് ഹിയർ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ ദ ടൈം റിക്വയർഡ് ഫോർ type A and B X plus Y minutes that should be less than or equal to എന്തിനേക്കാൾ കുറവായിരിക്കണം? അവൈലബിൾ ടൈമിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ or equal to 400. That is our first constraint is X plus Y is less than or equal to 400. ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച ലീനിയർ കൺസ്ട്രെയിൻറ്റ് ഫോർമാറ്റിലാണ്. ലീനിയർ കൺസ്ട്രെയിൻറ്റ് ഫോർമാറ്റ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? A1 X1 plus A2 X2 plus etc.
ANXN less than or equal to or greater than or equal to or equal to. ഇതിൽ ഏതെങ്കിലും ഇക്വാലിറ്റി നമുക്ക് വരാം ഓർ ഈക്വൽ ടു ബി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ നമ്മുടെ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് എക്സും വൈയും ആയിരുന്നു. ദെർഫോർ 1 into x plus 1 into y ലെസ് ദാൻ ഓർ ഈക്വൽ. ഇവിടുത്തെ ഇക്വാലിറ്റി ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ബിക്ക് വരെ എന്ത് കിടക്കുന്നു? 400 കിടക്കുന്നു. സോ ഫസ്റ്റ് കൺസ്ട്രെയിനിങ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400. ഇതുപോലെ നമുക്ക് എന്തും ചെയ്യാം. എച്ച് എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ കൺസ്ട്രെയിൻസും ഉണ്ടാക്കാം. സോ ഫോർ മെഷീൻ എച്ച് എന്ന് പറയുന്ന മെഷീനെ സംബന്ധിച്ച് അത് നേരിട്ട് അങ്ങ് എഴുതിയതിന് കാരണം വേറൊന്നുമല്ല, ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. സോ നമുക്ക് തരുന്ന പ്രോബ്ലം, ഞാൻ പഠിപ്പിക്കുന്ന പ്രോബ്ലംസ് തന്നെ എന്ത് ചെയ്യണമെന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണമെന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലം പേപ്പറിൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന രീതി, ആ സ്റ്റെപ്പുകൾ മാത്രം ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എൻ്റെ ലോജിക്ക് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ള ലോജിക്ക് മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെ എന്ത് ചെയ്യരുത്, ആ പ്രോബ്ലം നമ്മൾ കാണാതെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ ലോജിക്ക് ഓർത്ത് വെച്ചതിന് ശേഷം അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, തൊട്ട് മുമ്പ് മെഷീൻ ജിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മെഷീൻ ജി എങ്ങനെ, അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ അതിൻ്റെ റെപ്പറ്റീഷൻ തന്നെ ശരിക്കും എന്തായിട്ട് വരുന്നത് മെഷീൻ എച്ചിൻ്റെ കേസിന് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുന്ന ആ രീതി ഒന്നും അല്ലെങ്കിൽ ആ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. ആ നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നിടത്താണ് ഒരു പ്രോബ്ലം നമ്മൾ എത്രമാത്രം നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസ് ഇരിക്കുന്നത്. സോ നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഫോർ മെഷീൻ എച്ച് ദ ടൈം റിക്വയർഡ് ഫോർ ടൈപ്പ് എ എന്ന് പറയുന്ന ടേബിൾ നമുക്ക് കിട്ടുന്നതാണ്. എ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റം എന്ത് ചെയ്യാനായിട്ട് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 2 minutes ആണ് അല്ലേ? അങ്ങനെ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എത്ര ഐറ്റംസ് ഉണ്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് നമ്പർ ഓഫ് ഐറ്റംസ്. ദെർഫോർ ഒരു എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റത്തിന് വേണ്ട സമയം എത്ര? 2 minutes. അങ്ങനെ എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? എക്സ് പ്രൊഡക്ട്സ് ഉണ്ട്. ദെർഫോർ ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ ടൈപ്പ് എ ഈസ് 2 into x, that is 2x minutes. Similarly, the time required for type B എന്ന് പറയുന്ന മെഷീനെ ബി എന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് എച്ച് എന്ന് പറയുന്ന മെഷീന് വേണ്ട സമയം, ഒരു ഐറ്റത്തിന് വേണ്ട സമയം 1 minute ആണ്. അങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ട്? y number of items ഉണ്ട്. For total time required for type B is 1 into y, that is y minutes. Therefore, the total time required for type A and B, എക്ക് വേണ്ട ടോട്ടൽ സമയം ഇൻ മെഷീൻ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2x-ഉം ബിക്ക് വേണ്ടത് y-ഉമാണ്. Therefore, total time required for A and B, എക്കും ബിക്കും കൂടെ ഒരുമിച്ച് വേണ്ടുന്ന സമയം അപ്പോൾ എത്ര ആയിരിക്കും? 2x plus y minutes ആയിരിക്കും. And what about the total available time of H? എച്ചിന് അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയാണ്? ഇറ്റ് ഈസ് 10 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞോണ്ടൊക്കെ തന്നെ നമുക്ക് റിക്വയർഡ് ടൈം തന്നിരിക്കുന്ന ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ് ആണ്. ദെർഫോർ അവൈലബിൾ ടൈം എന്തിലേക്ക് മാറ്റണം? നമ്മൾ അവേഴ്സിൽ നിന്നും മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോർമുല, ദാറ്റ് ഈസ് 1 hour, 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 minutes. ദെർഫോർ ഈ നമുക്ക് എത്ര അവേഴ്സാണ് വേണ്ടത്? 10 hours വേണ്ടത്. ദെർഫോർ 10 hours 1-ൽ നിന്ന് 10 ആക്കാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതോടൊക്കെ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 10 into 1 is equal to 10 into 60, that is 10 hours is equal to 600 minutes. So the total available time for H is 600 minutes. So H എന്ന് പറയുന്ന മെഷീൻ്റെ ടോട്ടൽ റിക്വയർഡ് ടൈം നമുക്ക് കിട്ടും, ടോട്ടൽ അവൈലബിൾ ടൈം നമുക്ക് കിട്ടും. നമ്മൾ തൊട്ട് മുമ്പ് പ്രയോഗിച്ച ലോജിക്ക് എന്തായിരുന്നു? നമുക്ക് ആ മെഷീനിൽ ആവശ്യമുള്ള സമയം എപ്പോഴും അവൈലബിൾ ആയ ടൈമിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ ആ ലോജിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻസിനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹിയർ 2x plus y should be less than or equal to 600. സോ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ LPPയുടെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലെ ഫസ്റ്റ് 3 steps നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? 2 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടാകും. രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ദ സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. തന്നിട്ടുള്ള പ്രോബ്ലം ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. അതിൻ്റെ തേർഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്? ഫോർമുലേഷൻ ഓഫ് ദ ലീനിയർ കൺസ്ട്രെയിൻസ്. ലീനിയർ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്ത് കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്തു. 2 ലീനിയർ കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടായിരുന്നു. 2 റെസ്ട്രിക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഏതൊക്കെയാണ്? ജി എന്ന് പറയുന്ന മെഷീൻ്റെ അവൈലബിൾ ടൈമും എച്ച് എന്ന് പറയുന്ന മെഷീൻ്റെ അവൈലബിൾ ടൈമും. ഫോർ മെഷീൻ ജി നമ്മൾ എന്ത് ചെയ്തു?
linear constraint constructed, that is x plus y less than or equal to 400, and for machine h the linear constraint is 2x plus y less than or equal to 600. And the last step or the last task is formulation of the objective function. നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നമ്മളുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് തന്നിരുന്നത്? വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എ ആൻഡ് ബി പ്രൊഡ്യൂസ്ഡ് സോ ദാറ്റ് ദ പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് വിൽ ബി മാക്സിമം. ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമം ആകുന്ന രീതിയിൽ എത്ര നമ്പർ എയും ബിയെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഒബ്ജക്റ്റീവ്. ദെർഫോർ അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് അല്ലേ. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് എങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നത്? ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അവിടെ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളുടെ അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റീവ് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? പ്രോഫിറ്റ് ആണ്. സോ ലെറ്റ് ഇസഡ് ബി ദ ടോട്ടൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പോലെ ടോട്ടൽ പ്രോഫിറ്റ് രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, എയും ബിയും. എയിൽ നിന്നും ബിയിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇസഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് ബി ദ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊടുക്കുന്നത് എന്താണ്? എയുടെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് പ്ലസ് ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ദെർഫോർ ഇസഡ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അഥവാ ഇക്വേഷൻ എങ്ങനെ വരും? ഇസഡ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എ പ്ലസ് പ്രോഫിറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ബി എന്നായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ടോട്ടൽ പ്രോഫിറ്റ് ഓർ ഇസഡ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഫ്രം എ പ്ലസ് പ്രോഫിറ്റ് ഫ്രം ബി. ടേബിളിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ഐറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 2 rupees. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് എയുടെ? എക്സ് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഐറ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 2 rupees ആണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് ദാറ്റ് വി ഒബ്റ്റെയിൻ വൈൽ സെല്ലിംഗ് എക്സ് നമ്പർ ഓഫ് ഐറ്റംസ്? ഇറ്റ് വിൽ ബി 2 into x, that is 2x ആയിരിക്കും. Therefore profit from A is equal to 2 into x, which is 2x, and profit from B is equal to 3 into y, that is 3y അല്ലേ. ഇനി നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടോട്ടൽ പ്രോഫിറ്റിന്റെ ടേമിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഫ്രം എ നമുക്ക് എന്ത് എഴുതാം? 2x, ആൻഡ് പ്രോഫിറ്റ് ഫ്രം ബി നമുക്ക് എന്ത് എഴുതാം? 3y. Therefore നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ വരും? ഇറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2x plus 3y. Therefore നമ്മളുടെ ഒരു LPPയുടെ മാത്തമാറ്റിക്കൽ ഫോർമേഷനകത്തെ 4 സ്റ്റെപ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് identification of the decision variable. The second one is understanding the problem data. Third one is formulate the linear constraints, and the fourth one is formulate the objective function. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ 4 സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തെഴുതാം? നമ്മളുടെ ഈ LPPയുടെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് എന്തെഴുതാം? ഈ മാത്തമാറ്റിക്കൽ വേർഷൻ നമുക്കൊന്ന് ഡിസ്പ്ലേ. സോ നമ്മൾ കണ്ടുപിടിച്ച 3 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y, and the linear constraints are x plus y less than or equal to 400 and 2x plus y less than or equal to 600. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആ ക്വസ്റ്റ്യൻ, ആ വേർഡ് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യണം? ഇതിനെ മാത്തമാറ്റിക്കൽ വേർഷനാക്കി മാറ്റി എഴുതണം. സോ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് എന്തായിരുന്നു? പ്രോഫിറ്റ് ആയിരുന്നു. ഒരു പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ? മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. Therefore here we have to add the term maximize before the objective function in order to identify what the optimization process is. അതായത് ഇവിടുത്തെ ഒപ്റ്റിമൈസേഷൻ പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുകയാണോ മിനിമൈസ് ചെയ്യുകയാണോ എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് മാക്സിമൈസ് എന്ന വേർഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഇസഡ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 2x plus 3y എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം?
മാക്സിമൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇവിടുത്തെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോസസ് അഥവാ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ 2 റെസ്ട്രിക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലീനിയർ കൺസ്ട്രെയിൻസ്. അതായത് ഈ 2 ലീനിയർ കൺസ്ട്രെയിൻസിനെ ഒബേ ചെയ്യണം അഥവാ സാറ്റിസ്ഫൈ ചെയ്യണം. ദെർഫോർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമാണ് സബ്ജക്റ്റ് ടു. 2 കൺസ്ട്രെയിൻസ് ഏതൊക്കെയാ? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400 ആൻഡ് 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. സോ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും വന്നു, കൺസ്ട്രെയിൻസും വന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം ഞാൻ ആഡ് ചെയ്യുകയാണ്. എപ്പോഴും ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ആ ഒരു കണ്ടീഷൻ കൂടെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ എന്തായിട്ട് ഇവിടെ എഴുതണം? ലീനിയർ കൺസ്ട്രെയിൻ അഥവാ റെസ്ട്രിക്ഷൻ ആയിട്ട് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും. എക്സിൻ്റെയും വൈയുടെയും വാരിയബിൾസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഓൾസോ ഗെറ്റ് ഇൻക്ലൂഡ് ഇൻ ദ linear constraint section.